ആരുമില്ല. 2 ഫോട്ടോ എടുത്തേക്കാം. ഇതെങ്ങനെയാന്നപ്പാ സ്വിച്ച് പിടിച്ച് നിൽക്കണ്ടേ? ദൈവമേ പേടിയായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ പിള്ളേർ ഇതാരുമില്ല. ഞാനെങ്ങാനും വിട്ടുപോയി. ആ പിള്ളേരോട് ഞാൻ പറഞ്ഞതാന്ന്, ഞാൻ എനിക്ക് കയ്യില്ല, എസ്കലേറ്ററിൽ പോവാൻ, ലിഫ്റ്റ് ഒന്നും കയറണ്ട. പിള്ളേർ തന്നെ ഈടാക്കിയിട്ട് പോയി. ഇതെന്തുവാ, ഭൂമി വിൽക്കോ? എത്തി. എടി കീർത്തി, നീ എന്തുവാ പറയുന്നത്? അവൾ അങ്ങനെയാണ്. അവളെ പറ്റി ഇനി നീ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ പിന്നെ അവിടെ നമ്മൾ തരുന്നു. നമ്മളെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവളെ പറ്റി നീ എന്തിനാ അവളെ പറഞ്ഞ? ഇതൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തൊന്നും ആവുന്നില്ലേ? അവൾക്കൊക്കെ ഭ്രാന്താണ്. നീ എന്തുവാ ഇങ്ങനെ? നീ അവളെ വാലും തൂങ്ങി നടന്നു. ഇനി ലാസ്റ്റ് നീ അവിടെ പോയി വിട്ടിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഇനി നിന്നെ തിരിഞ്ഞു നോക്കൂല. നീ നോക്കിക്കോ. നീ അവളെ ബാക്കിൽ അവളെ പോക്കിനെ. കീർത്തി അവൾ നിന്റെ ഫ്രണ്ട് എന്നൊക്കെ പറയും. അവൾ നിന്റെ ഫ്രണ്ടെന്ന് പറയും. അവൾ ഭയങ്കര ടോക്സിക്കാണ്. എടി കീർത്തി, നിനക്കറിയോ ഓൾ എന്നോട് അന്ന് നിന്നെ പറ്റി എന്താ പറഞ്ഞതെന്ന്? ഒന്നും അറിയാണ്ട് നീ അവളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നെ നടന്നോ കീർത്തി? നീ ഒരിക്കലും നീ അവളെ പറ്റി ശപിക്കും. അവളെന്നോട് നിന്നെ പറ്റി പറഞ്ഞത് കേട്ടതിനാൽ നീ എന്താ അവളെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? അവളെ റിയൽ സ്വഭാവം നിനക്ക് അറിയത്തില്ല. അടുക്ക സ്റ്റോപ്പെത്തി, അവളുടെ റിയൽ സ്വഭാവം നിനക്ക് അറിയത്തില്ല. പിന്നെ ആരുമില്ല. ഈ ലിഫ്റ്റ് അങ്ങനെ സ്റ്റക്കായി പിന്നെ ഞാൻ ചെയ്യും? ഞാൻ ഓടും. ആരോട് ഞാൻ പറയുന്നു? ഫോൺ കൃത്യസമയം സ്വിച്ച് ഓഫ് ആയി. ദൈവമേ, ഇതെന്ത് നിർത്താത്ത? നിർത്തുന്ന വേഗം. ഇതെന്ത് നിർത്താത്ത? ഒന്ന് നിർത്ത്. സമാധാനം. പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ട് കൊതിച്ചു, നക്കിന് വെള്ളം കൊതിച്ചു.